സൂഫി മഹത്തുക്കളുടെ ആശീർവാദത്തോടെ സ്ഥാപിതമായ ആദർശ വിശുദ്ധിയുടെ പ്രഭവരത്തിയ പണ്ഡിത പൂക്കൾ അറിവും അതവും പകർന്നേകിയ അത്യുന്നത അനുഗ്രഹീത സ്ഥാപനം അഹ്ലുസുന്നയുടെ സുഹൃത വഴികളിലൂടെ മാനവ ജനതയെ വഴിനടത്തുന്ന അൽ ജാമിയ അൽ ഹനീഫിയ റബ്ബാനിയയുടെ പുതിയ സംരംഭം ഫാത്തിമത്തുൽ ബതൂൽ സമസ്ത വിമൻസ് കോളേജിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് തുമ്പപ്പൂവിന്റെ ശുഭ്രതയും മഞ്ഞത്തുള്ളിയുടെ പരിശുദ്ധിയും മുല്ലപ്പൂവിന്റെ പരിമളവുമുള്ള പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന്റെ അഭിവന്ദ്യരായ സാരഥി സയ്യിദ് അഹമ്മദ് നാജിഹ് അലി ശിഹാബ് തങ്ങൾ അവർകളാണ്. സയ്യിദ് അവർകളെ കോളേജിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മത്തിനും പഠനാരംഭം കുറിക്കുന്നതിന് വേണ്ടിയും അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم തങ്ങൾ ചെല്ലിത്തരും പോലെ എല്ലാവരും ചെയ്യും. എന്നോട് ചെയ്യും. അറുപത് ചെല്ലുമ്പോൾ നിങ്ങൾ എത്തിയില്ല. ഓരോ ആയത്തും ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. السلام عليكم ورحمة الله وبركاته. ബഹുമാനപ്പെട്ട ഉസ്താദുമാരും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും പ്രിയപ്പെട്ട നാട്ടുകാരും, നമുക്കെല്ലാവർക്കും അറിയാം, ഈ കാലത്ത് വാഫി വഫിയ എന്ന പല സ്ഥാപനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹിന്റെ ദീനിന്റെ ഇൽമും ദുനിയവിയായ ഇൽമും ഒപ്പം നൽകുന്ന പല സ്ഥാപനങ്ങളും. അതുപോലത്തെ ഒരു സ്ഥാപനമാണ് ഞാൻ ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. അള്ളാഹിന്റെ ദീനിന്റെ ഇൽമും ദുനിയവിയായ ഇൽമും ഒപ്പം കരസ്ഥമാക്കാൻ സാധിച്ചാൽ പിന്നെ അവൻ വിജയിക്കപ്പെട്ടവനായിരിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. اللهم اغفر لنا ذنوبنا واخطايانا كلها. اللهم انعشنا واجبرنا وارفعنا وارزقنا بصالح الاعمال والاخلاق. انه لا يعدي الصالحين ولا يصرف السيئات الا انت توفنا مسلمين والحقنا بالصالحين. അള്ളാഹു നമ്മളെ ഉസ്താദ് അബ്ദുള്ള ഉസ്താദ് പിന്നെ ഈ സ്ഥാപനത്തിന്റെ പിന്നിൽ വിജയകരമായി നടക്കാൻ സ്ഥാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റു പലർക്കും തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമു നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ആയുസ് നീട്ടിത്തരുമാറാകട്ടെ. നമുക്ക് ഹൈറും ബർക്കത്തും ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാമലകൾ മനോഹാരിത പകർന്ന മലയാള മനമേ ആത്മീയ ചൈതന്യത്തിന്റെ മതിരിമ മാതൃക നൽകിയ അനുഗ്രഹീത സ്ഥാപനം അൽ ജാമിയ അൽ ഹനീഫിയ റബ്ബാനിയുടെ മുഖ്യ കാര്യദർശി നമ്മുടെ വേദിയുടെ അഭിമന്യരായ സഭാധ്യക്ഷൻ
ഉസ്താദ് ഷെയ്ഖുന ടി.സി. അബ്ദുള്ള മുസ്ലിയാർ അവരുടെ ആദരവോടും അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. ബഹുമാന്യരായ സയ്യിദുകൾ, മോഹിനിഷ്ടം മറ്റ് നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്ന പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥികൾ, എല്ലാവരെയും സദസ്സിന് വേണ്ടി ഞാൻ അനുമോദിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا ببعثة نبينا سيدنا محمد صلى الله عليه وسلم نعمة الله ورحمة للعالمين وبالإيمان وهدانا لدين الإسلام وما كنا لنهتدي لولا أن هدانا الله. أشهد أن لا إله إلا الله وأشهد أن محمدا صلى الله عليه وسلم عبده ورسوله. أشهد يا رسول الله أنك قد بلغت الرسالة وأديت الأمانة ونصحت الأمة وجاهدت في الله حق جهاده وتركتكم على المحجة البيضاء وصلى الله تعالى وسلم وبارك وترحم وتحنن عليك يا سيدي يا رسول الله. أما بعد, الله سبحانه وتعالى നമ്മുടെ ഈ സദസ്സ് ഇതിൽ നടക്കുന്ന കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പരിപൂർണ്ണ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പരിപൂർണ്ണ തിരുക്കുടിയിലാക്കി കിടക്കട്ടെ. നമ്മൾ ഈ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല അള്ളാഹിൻ്റെ ഹബീബിൻ്റെയും തിരുക്കുടിയിലായി പരിപൂർണ്ണ വിജയത്തിലാക്കി കിടക്കട്ടെ. നമ്മൾ ഈ സദസ്സിൽ പങ്കെടുത്ത നമ്മളെല്ലാവരും അള്ളാഹു തആലാൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളെ ഉൾപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെയും അള്ളാഹിൻ്റെ ഹബീബിൻ്റെയും തിരുക്കുടിയിലായി ജീവിക്കാൻ, ദീനിൻ്റെ സേവനം ചെയ്യാനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. നമ്മൾ ഇന്ന് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പുതുതായി തുടങ്ങുന്ന സ്ത്രീകൾക്കുള്ള ഫളീല അങ്ങനെ ഈ കോഴ്സുകൾ, അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളും അതുപോലെ നമ്മളെല്ലാവരും മനസ്സിലാക്കി നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് ഉണർന്ന് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും. സ്ത്രീകൾക്ക് മാതൃകാ വനിതകൾ മുൻകഴിഞ്ഞു പോയത് ഒന്നാമതായി മഹദിയായ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവ് മറിയം അലൈഹിസ്സലാം, അവരെക്കുറിച്ച് ലോക സ്ത്രീകളുടെ നേതാവായി പരിശുദ്ധ ഖുർആൻ നമ്മളോട് വിശേഷിപ്പിച്ച പറയുന്നതിൻ്റെ ഉദ്ദേശം സ്ത്രീകൾക്ക് വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവരടുക്കള മാത്രമല്ല, അവർക്ക് പല ഉത്തരവാദിത്വങ്ങളുമുണ്ട്. അത് ലോകത്തിൻ്റെ തുടക്കം മുതൽ ഇനി അവസാനം വരെയും മാതൃകാപരമായ വനിതകൾ അവർ ഈ ലോകത്ത് ഏറ്റെടുത്ത് നടത്തിയ പല കർത്തവ്യങ്ങളും അതൊക്കെ നാം പഠിക്കണം. കഴിയുന്നത് നമുക്ക് ജീവിതത്തിൽ പകർത്തണം, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും. മറിയം ബീവിയെക്കുറിച്ച് പരാമർശിച്ചു. അവര് ചെറുപ്പത്തിലെ അല്ലാഹു തആലയുടെ ഭക്തി ധ്യാനത്തിനുമായി മുഴങ്ങി. അതോടുകൂടെ അല്ലാഹു തആല അവളെ ഇഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന കടുത്ത പരീക്ഷണങ്ങൾ വന്നപ്പോൾ ആ പരീക്ഷണത്തിനെല്ലാം അല്ലാഹു എന്താണോ ആജ്ഞാപിച്ചത് അതേ ആജ്ഞയിൽ ഒതുങ്ങിയെന്നുകൊണ്ട് അല്ലാഹു തന്ന എല്ലാ പരീക്ഷണങ്ങളും തൃപ്തിയോടുകൂടെ ഏറ്റുവാങ്ങി ലോകത്തിൻ്റെ മാതൃക കാണിച്ചു എന്നുള്ളത്. അക്കാലഘട്ടത്തിലുള്ള മറ്റ് ദൈവിക ഭക്തി ഇല്ലാത്തതായ ആൾക്കാർ ജീവിക്കുന്നത് പോലും ജീവിക്കാതെ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ശിക്ഷണത്തിലായി വളരുകയും ആ രീതിയിൽ ജീവിക്കുകയും ഇസ്ലാമിൻ്റെ ഒരു പ്രവാചകനെ വളർത്തിയെടുക്കുകയും ചെയ്യും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്, നമുക്ക് തരുന്ന നല്ലൊരു
മതഭക്തിയുള്ളവരായി ജീവിക്കുമ്പോൾ അടുത്ത പരീക്ഷണങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. അതിനൊന്നും വെറുക്കുകയും മറക്കുകയും ചെയ്യാതെ അള്ളാഹ് വിധിയിൽ ക്ഷമിക്കുകയും തൃപ്തിപ്പെടുകയും ഇരുകൈകളോടെ ഏറ്റുവാങ്ങി തനിക്കുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കി നിർവഹിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് മഹതിയായ മറിയം ബീവിയിലൂടെ അള്ളാഹു നമ്മെ പഠിക്കും. ചുരുക്കുകയാണ് സമയം പ്രസംഗിക്കേണ്ട ഒരു അടുത്തുണ്ടായത് കൊണ്ട് ഞാൻ ഉറക്കുന്ന ഒരു ചെറിയ കാര്യം ഉണർത്തുക. സ്ത്രീകൾ ഇങ്ങനെ കാര്യത്തിൽ പുറത്തിറങ്ങാനും പാടില്ല. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. രണ്ടാമതായി ലോക സ്ത്രീകളുടെ നേതാവായി അതിലറിയപ്പെട്ട മറ്റൊരു പെണ്ണാണ് മഹതിയായ ആസിയ റളിയല്ലാഹു. അന്ന് ഒരു പ്രവാചകന്റെ വിത്ത് അഥവാ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശിക്ഷണം ആസിയ റളിയല്ലാഹു തആല സ്വന്തം ഭർത്താവും ക്രൂരനായ ഒരു ഭരണാധികാരി അവരൊക്കെ ആ കൊട്ടാര സൗഖ്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചു, റബ്ബിനെ വിശ്വസിച്ചു, ഇസ്ലാം ദീനിനെ നെഞ്ഞിലേറ്റി മൂസാ നബിക്ക് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു. ഈ ത്യാഗങ്ങളൊന്നും സഹിക്കേണ്ടതില്ല. അന്ന് ഭർത്താവിനോട് അനുഭവിച്ചുകൊണ്ട് ആ കൂട്ടത്തിൽ ജീവിക്കുകയാണ്. എന്നാൽ ഭൗതികമായ സർവ ആ കാര്യങ്ങളൊക്കെ വെടിഞ്ഞു നിർത്തി അള്ളാഹു തആലയുടെ പ്രീതി കാണിച്ചു മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സഹായിക്കുകയും അള്ളാഹ് തന്ന എല്ലാ പരീക്ഷണങ്ങളും തൃപ്തിയോടുകൂടി ഏറ്റുവാങ്ങി ഇവിടുത്തെ ഒരു സുഖങ്ങളും എനിക്ക് വേണ്ട, റബ്ബിഗിനി എന്തൊക്കെ വൈത്തമ്പിൽ തന്നെ അവിടെ വേണം എന്നല്ലേ പറഞ്ഞതിനർത്ഥം. ഞാനിതൊക്കെ ഒഴിവാക്കി, ഇതിന്റെ പേരിൽ എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല, എനിക്ക് ഇനി ഉണ്ടായാൽ മതി എന്നാണ് ആ വാക്കിൻ്റെ. മൂന്നാമതായ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ. ഇവിടെ നിന്ന് ഖദീജ റളിയല്ലാഹു അൻഹ ആധുനിക ലോകം ഇന്നിപ്പോൾ അറിയപ്പെടുന്നത് മാണിക്യാമലം എന്ന് പറഞ്ഞാൽ ഒരു പ്രണയിനി എന്നുള്ള രീതിയിലാണ് മഹദിയ ഖദീജ റളിയല്ലാഹു അൻഹ അറിയപ്പെടുന്നത്. ചുരുക്കം ചില കാര്യങ്ങൾ സ്ത്രീകളാണ് നന്നായിട്ട് മനസ്സിലാക്കും. ഖദീജാവിൻ്റെ ഉത്തരവാദിത്വം എന്തായി? മഹദിയ ഖദീജ റളിയല്ലാഹു അൻഹ ചരിത്രത്തിൽ കാണാം. വറഖത്ത് ബിൻ നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി വരുന്നതിന് മുമ്പ് തന്നെ വറഖ ഖദീജയോട് പറഞ്ഞിരുന്നു, റളിയല്ലാഹു അൻഹു, നീ ഒരു പ്രവാചകന്റെ ഭാര്യയാവേണ്ട ആളാണ്. ഒരു സമൂഹത്തിന്റെ മുസ്ലിമീങ്ങളുടെ മാതാവാകുകയും ഒരു പ്രവാചകന്റെ തണിയേകുകയും ഒരു ദീനിന്റെ തുടക്കത്തിൽ നിന്ന് അടിത്തറയിടുമ്പോൾ അതിൻ്റെ എല്ലാ ശക്തിയും പകരേണ്ട ആളാണെന്ന് വറഖത്ത് ബിൻ നൗഫൽ നേരത്തെ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. ഇതുപോലെ മക്കയെ സന്ദർശിച്ചിരുന്ന പൂർവിക പുരോഹിതന്മാരായ പല ആൾക്കാരും ഖദീജ റളിയല്ലാഹു അൻഹയോട് ഉപദേശിച്ചിരുന്ന ഈ കാര്യം. അതുകൊണ്ട് ഖദീജ വളരുമ്പോൾ തന്നെ ഖദീജയിൽ ഉണ്ട്, ഞാൻ മുഅ്മിനീങ്ങളുടെ ഒരു മാതാവാൻ പോകുന്ന പെണ്ണാണ്, ഭാവിയിൽ ഒരു പ്രവാചക പത്നിയാവേണ്ടവണ്, ഒരു ദീനിന്റെ മാതൃകയാകുകയും പ്രയാസപ്പെടുന്ന വിശ്വാസികൾക്ക് ഒരു മാതാവാവേണ്ടവളുമാണ് എന്നുള്ള ബോധത്തോടു കൂടിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ ജീവിച്ചതും വളർന്നതും. അങ്ങനെ ആ പക്വതയുടെ പ്രായത്തിലെത്തുമ്പോൾ സാധാരണ ഒരു സ്ത്രീക്ക് കഴിയേണ്ട വിവാഹങ്ങളൊക്കെ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പായിട്ട് വിവാഹബന്ധങ്ങളൊക്കെ. അവിടെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ദൗത്യം സ്ത്രീകൾ മനസ്സിലാക്കേണ്ട, അന്ന് വരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ലഭിച്ചതോടുകൂടെ കണ്ണിലെ കരടായി. ആദ്യത്തെ വഹി ലഭിച്ചപ്പോൾ തന്നെ പനി പിടിച്ചു. എന്നാൽ ഒരു മലക്കിനെ മനുഷ്യൻ ആദ്യമായിട്ട് ബന്ധപ്പെടുക പ്രത്യക്ഷത്തിലായി. അതോടുകൂടെ ഇലാഹിയായ ചില അസ്റാറുകളും രഹസ്യങ്ങളും വന്നപ്പോൾ അത് താങ്ങാനാവാതെ തളർച്ചയോടുകൂടെ ഖദീജന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ മടിയിലിരുത്തി ആശ്വസിപ്പിച്ചു. യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് ഇറങ്ങുന്ന സമയത്ത് പുറപ്പെട്ട് മൂടി പനിയും വിറയിലുമായിട്ട് വെപ്രാളപ്പെട്ട് നിന്നപ്പോൾ ആശ്വസിപ്പിക്കുകയും എനിക്ക് എന്ത് പറ്റി, ഞാൻ എന്താ സംഭവിക്കുന്നത്, ഈ സമയത്ത് ആശ്വാസം കൊടുക്കുന്നത് ഖദീജയാണ്, നിങ്ങളൊന്നും ഭയപ്പെടണ്ട. ഇടയ്ക്ക് വെച്ചുകൊണ്ട് പ്രവാചകത്വത്തിന്റെ ദിവ്യ സന്ദേശം നിലച്ചു. അപ്പൊ ശത്രുക്കൾ ഒന്നുകൂടി ചിരിക്കാനും പ്രതീക്ഷിക്കാനും തുടങ്ങി. ഓനെ നബിയായിരുന്നില്ല, ഇന്നലെ പോയി ഇല്ലാതായിരിക്കും എന്ന് പറഞ്ഞു. ഈ വെപ്രാള സമയത്തൊക്കെ ഏതുവരെ ചില പർവ്വതത്തിന്റെ മുകളിൽ പോയി റസൂലുള്ളാഹി ചാടിയാലോ എന്ന് വരെ വിചാരിച്ചിരുന്നു എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം. ആ സമയത്ത് മലക്ക് വന്ന് പറയും, നീ ചാടേണ്ട ആളല്ല, ഇങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോകും. ഇങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത്രയും ബുദ്ധിമുട്ടുള്ള സന്ദർഭത്തിൽ ഞാൻ എന്താ നബി അല്ലേ? മഹദിയ ഖദീജ പറഞ്ഞു, നിങ്ങളൊരു പ്രവാചകനാണ്. നിങ്ങൾക്ക് 25 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ വറഖത്ത് ബിൻ നൗഫൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പൂർവികരായ ചില പുരോഹിതന്മാരും എന്നോട് പറഞ്ഞു, നിങ്ങളാണ് ഈ സമൂഹത്തിലെ നബി, നിങ്ങളുടെ ഭാര്യ ആവേണ്ടവളാണ് ഞാൻ. അപ്പൊ ഈ വിവരങ്ങളെല്ലാം ഖദീജക്കുണ്ട്.
അതിൻ്റെ സമയങ്ങളായപ്പോൾ അതിൻ്റെ നിയമപരമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടാണ് ആ വിവാഹം നടക്കുന്നത്. അല്ലാണ്ട് പ്രണയം അല്ല. ഇത് ഞാൻ പ്രത്യേകം പറയാൻ ഇതിലെടുക്കാൻ അവിടെ ഒന്ന് വായിച്ചു. ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, എൻ്റെ മാതൃക ഖദീജയാണ് പ്രണയിക്കാൻ. അവരാണ് ആദ്യം കാണിച്ചു തന്നത്. പ്രണയം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പ്രണയമല്ല അവിടെ ഉണ്ടായത്. മറിച്ച് ഒരു പ്രവാചകനാണ് ഈ ആളെന്നും അവരുടെ കുടുംബിനി ആവേണ്ടവളാണെന്നും അവർക്ക് എല്ലാ പ്രചോദനങ്ങളും ശക്തികളും ഒക്കെ പകരേണ്ടവളാണെന്നുള്ള വിവരങ്ങളെല്ലാം നേരത്തെ ലഭിച്ചതുകൊണ്ട് അതിനുള്ള സമയം വരെ കാത്തുനിന്നു. അന്നേത്തെ നിയമവ്യവസ്ഥകൾ എന്താണോ അത് പ്രകാരം ആണ് ആ വിവാഹം. ഏതായാലും ആവട്ടെ, ഖദീജ റളിയല്ലാഹു ദൗത്യം എന്ത് ചെയ്തു? പ്രവാചകനാവലോടുകൂടെ നാട്ടുകാരൊക്കെ തന്നെ ഭൂരിഭാഗവും എതിർപ്പായി. നല്ല കുലീനയായ സമ്പന്നയുമായ തൻ്റെ ശരീരവും തൻ്റെ സമ്പത്തും തനിക്കുള്ള എല്ലാം റസൂലുള്ളാഹിയെ ഏൽപ്പിച്ചു. ഇസ്ലാമിൻ്റെ പ്രബോധനത്തിനും പ്രവർത്തനത്തിനും വേണ്ടി താങ്ങും തണലും. അങ്ങനെ തൻ്റെ മരണം വരെ ഇസ്ലാമിൻ്റെ ഇന്നത്തെ അടിത്തറയ്ക്ക് പുരുഷന്മാരുടെ ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായതുപോലെ സ്ത്രീയുടെ ഭാഗത്ത് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ വലിയതായ ഒരു ഉന്നതമായ സ്ഥാനം. അതാണ് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഖദീജക്ക് സലാം ചൊല്ലി അയച്ചു എന്ന ഹദീസിൽ കാണാം. അതെവിടെ എത്തണം? അള്ളാഹു ഒരു പെണ്ണിന് സലാം ചൊല്ലി അയച്ചു എന്ന് പറഞ്ഞ അപ്പോൾ ഈ അവിടെ ഖദീജ റളിയല്ലാഹുവിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിനെ വളർത്തുകയും ആ വളർത്തുന്നവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആ കയ്യിലെല്ലാം വന്ന് ഖദീജ റളിയല്ലാഹു ഉത്തരവാദിത്തപ്പെട്ടു. ലോക സ്ത്രീകളുടെ നേതാക്കളിൽപ്പെട്ട ഒരാളാണ് ഖദീജ. അപ്പോൾ സ്ത്രീകൾക്ക് വലിയതായ ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളൊക്കെ എല്ലാ രംഗത്തും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. അവരെ മാതൃകപരമായ ജീവിതം എന്തായിരുന്നു. നമ്മൾ ആഡംബരത്തിൻ്റെയും ഇന്നത്തെ ഐഹികമായ സൗഖ്യത്തിൻ്റെയും അതിൻ്റെ പിന്നാലെ പോവാതെ അവരൊക്കെ എങ്ങനെയൊക്കെയാണ് ജീവിച്ചത്, അവരുടെ ജീവിതം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ അതിലുള്ള ആ വശങ്ങൾ നോക്കിയിട്ട് നമ്മളതിനോട് പിന്തുടരണം. ദീനിനെ പറ്റിയോ മതത്തിനെ പറ്റിയോ അവർക്കുള്ള ചരിത്രമോ അറിയാത്ത ആൾക്കാർ ഏതെങ്കിലും അവരുടെ ചരിത്രത്തിൻ്റെ ചെറിയൊരു ഭാഗം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇട്ടാൽ അത് നമ്മൾ മാതൃകയാക്കി സ്വീകരിച്ച് ശരിക്കും പഠിക്കണം. അതിനോട് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ പെണ്ണുങ്ങളാണ് ഉയരല്ല അങ്ങനെ ധാരണയും ഉണ്ടാകും. എല്ലാവരും പഠിക്കും. ഇനി മൂന്നാമതായി മറ്റൊരു സ്ത്രീ മഹദിയ ബി ഫാത്തിമ റളിയല്ലാഹു സയ്യിദത്തു നിസാഉൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവരിൽ നിന്ന് അവർ മതരംഗത്ത് പുറത്തേക്ക് വന്നു എന്നുള്ളതല്ല, അവർ പെൺകുട്ടിയായി വളർന്നപ്പോൾ ഉമ്മ മരണപ്പെട്ടു, ആങ്ങളമാരെല്ലാവരും മരണപ്പെട്ടു. പിന്നെ പിതാവിന് വരെ പിതാവല്ല, അയാൾ ഒരു പ്രവാചകനും ഒരു സമൂഹത്തിന്റെ നബിയുമാണ്. ഇപ്പൊ വാപ്പ എന്നുള്ളത് കെഞ്ചിച്ചോ വാപ്പയുടെ ഓമനത്തങ്ങളൊന്നും ഈ കുട്ടിക്ക് കിട്ടാറില്ല. വളരെയധികം വേദന, ദാരിദ്ര്യം, പ്രയാസം. വീട്ടിലാരുമില്ല, ഉമ്മയില്ല, ആങ്ങളാരില്ല, ഒന്നുമില്ല. വാപ്പക്ക് മക്കളെ നോക്കാനുള്ള സമയമല്ല. അപ്പക്ക് നോക്കേണ്ടത് ഈ ലോകത്ത് ഇസ്ലാം ദീൻ 23 വർഷത്തിൻ്റെ ഇടയിൽ ഇതൊക്കെ സ്ഥാപിച്ച് പൂർണ്ണമാക്കി ഇത്ര അങ്ങനെ ഡേറ്റ് അവർക്ക് പോവുകയുമാണ്. അപ്പം ആ വാപ്പനെ പിതാവിനെ മനസ്സിലാക്കി വാപ്പനെ അന്ന് അയച്ച ദൗത്യം എന്താണോ അതിൻ്റെ പൂർണ്ണ പിന്തുണയുമായിട്ട് ഈ മകൾ നിന്നു. നിങ്ങൾക്കറിയാലോ, ഒട്ടകത്തിന്റെ ഉടന്മാല കൊണ്ടുവന്ന് നിസ്കരിക്കുന്ന സമയത്ത് പുറത്തിട്ടപ്പോൾ ബലമായി പോയി ഫാത്തിമാരെല്ലാവരും വാരി എറിഞ്ഞുകൊണ്ട് വൃത്തിയാക്കി. അപ്പോൾ വാപ്പയെ സഹായിക്കുകയും വേണം, സ്വയം പരീക്ഷണങ്ങളും ദാരിദ്ര്യങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കുകയും വേണം. അന്ന് അവിടെ സമൂഹത്തിൽ കൂടുതൽ ആൾക്കാരൊന്നും നബിയോട് ഇഷ്ടത്തിനില്ല. ഈ വെറുപ്പുകളും വിദേശങ്ങളൊക്കെ താങ്ങണം. അതിനൊന്നും വാപ്പയോട് അല്ലലോ അലട്ടലോ പരാതിയോ പറയാതെ വാപ്പയെ പിതാവിനെ എന്തിനു വേണ്ടിയാണോ അവ അയച്ചതെങ്കിൽ ആ ദൗത്യത്തിന് വേണ്ടി എനിക്കൊരു മകളല്ലേ എന്നതൊക്കെ കിട്ടേണ്ട അതിലേക്കൊന്നും ഫാത്തിമ റളിയല്ലാഹു പോയില്ല. ഭൗതിക വിരക്തിയിലും വലിയൊരു പെണ്ണായിരുന്നു. കൂടുതൽ വിജ്ഞാനവും കൂടുതൽ പ്രവർത്തനവും നല്ല ഫാത്തിമ ചെയ്തു. ഈ പറയപ്പെട്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി നബിയുടെ കൂടെ ഒരു ഉമ്മയുടെ നബിക്കൊരു ഉമ്മയും ഒരു പെണ്ണും ഒരു മകളും എന്നുള്ള എല്ലാ ദൗത്യങ്ങളും അന്ന് ആരാണ്? ആയിഷ റളിയല്ലാഹുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഖദീജ റളിയല്ലാഹു കഴിഞ്ഞു. പിന്നുള്ളത് മകളാണ്. അപ്പോൾ ഇവിടുത്തെ 3 ദൗത്യങ്ങളും ഈ ഒരു മകൾ ഏറ്റെടുത്തു. സ്വന്തം പ്രയാസങ്ങളും ആ ഭാരങ്ങളും വേദനകളൊക്കെ ഒതുക്കി നിർത്തി. കിട്ടിയതായ ഭർത്താവോ അലി റളിയല്ലാഹു പരമദരിദ്രനാണ്, സമ്പന്നനല്ല. എന്നിട്ട് തന്നെ ഈ അഹിംഗതയുടെ സൗഖ്യത്തിലേക്കൊന്നും കടന്നു വരാൻ ഫാത്തിമ റളിയല്ലാഹു റസൂലുള്ളാഹി അയച്ചതില്ല. എന്തു പറഞ്ഞു? ഫാത്തിമയോട് പറഞ്ഞു, മകളെ എല്ലാവരും മതവുമായി സാലിയായ കർമ്മങ്ങളുമായിട്ട് വരുമ്പോൾ മകൾ തറവാടുമായിട്ട് വരരുത്. ഇങ്ങനെ ഞാൻ ബാപ്പൻ്റെ മോളാന്നുള്ള ആ മഹത്വമായിട്ട് വരരുത്. അവരൊക്കെ അമലിയായിട്ട് വരുമ്പോൾ സാലിയായ സൽക്കർമ്മങ്ങളും സാലിയായ സ്വഭാവങ്ങളുമായിട്ട് ആയിക്കൊണ്ട് നീയും വരുന്നു.
ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ഒരു സ്വർണ്ണ ചെയിൻ കണ്ടപ്പോൾ ഞാനത് പാടുണ്ടോ പാടില്ല ഇതിനെപ്പറ്റി പറയല്ല. റസൂലുള്ളാഹിന്റെ പ്രോത്സാഹനം എന്തായിരുന്നു നിങ്ങളും ഇന്നത്തെ എല്ലാവരും മനസ്സിലാക്കണം. അവിടെ കഴിക്കണം നമ്മളും പ്രോത്സാഹനം കൊടുക്കുന്നു, നമ്മൾ പ്രചോദനം കൊടുക്കുന്നു. ഈ സ്വർണ്ണ ചെയിൻ കണ്ടതാ സമയത്ത് റസൂലുള്ളാഹി ചോദിച്ചു, അല്ല ഫാത്തിമ, നീ അയ്യസൂക്കി എന്നെ സന്തോഷിപ്പിക്കുമോ? ഫാത്തിമത്ത് ബിൻത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിന്റെ പുത്രി ഫാത്തിമയുടെ കയ്യിലിത ഒരു നരകത്തിനാലുള്ളതായ ഞങ്ങല എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമുണ്ടോ? ജനങ്ങളത് പറയാൻ എനിക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി നിരുത്സാഹപ്പെട്ടു. അനുവദനീയമാണോ അല്ലേ എന്നല്ല, തൊട്ടാടെ അപ്പുറത്തുള്ളത്. ഈ രീതിയിലാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ സമൂഹത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദീനിന്റെ മാതൃകയാണ്. അതുകൊണ്ടാണ് സയ്യിദത്തു നിസാഇൽ ആലം, ലോക സ്ത്രീകളുടെ നേതാവ് എന്ന മാതൃകയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അപ്പൊ അവരിൽ നിന്ന് നമ്മൾ പഠിക്കുകയും പകർത്തുകയും അങ്ങനെ പിന്നെ കുറഞ്ഞ പ്രായം കിട്ടിയിട്ടുണ്ട്. ആ പ്രായം വരെ ഒതുങ്ങി നിന്നുകൊണ്ട് ആ പിതാവിൽ നിന്നുള്ള മാറ്റങ്ങളെല്ലാം ഏറ്റെടുത്ത് ജീവിതത്തിൽ പകർത്തി ഒതുങ്ങി നിന്നുകൊണ്ട് ജീവിച്ചു. ജീവിതം ജനങ്ങൾക്ക് മാതൃകയായി കാണിച്ചു. ഇനി നാലാമത്തെ ഒരു പെണ്ണ് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ഇസ്ലാം മതത്തിന്റെ 2/3 നിങ്ങൾ ഈ പെൺകുട്ടിയിൽ നിന്ന് പഠിച്ചോളൂ എന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആര്? ആയിഷയിൽ നിന്ന്. ഇസ്ലാം മതത്തിന്റെ 2/3 നിങ്ങൾ ആയിഷയിൽ നിന്ന് പഠിച്ചോളൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 വർഷകാലത്തെ ജീവിതത്തിൽ ഭൂരിഭാഗം ദൈവജനങ്ങളും റിപ്പോർട്ട് ചെയ്ത് മഹദിയ ആയിഷ റളിയല്ലാഹു അൻഹ പഠിച്ചു, ജനങ്ങൾക്ക് പകർത്തി. അങ്ങനെ ലോകത്തിന്റെ മാതാവ് എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒരു ഗുരുവര്യരായി മാറി. അപ്പൊ ദീനിൽ വലിയൊരു ദൗത്യമാണ് മഹദിയ ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തത്. ഇപ്പൊ സ്ത്രീകൾ പ്രത്യേകമുണ്ട്. പുരുഷൻ കടന്നു ചെല്ലാത്ത പല ഭാഗത്തേക്കും സ്ത്രീകൾക്ക് ചെല്ലേണ്ടതുണ്ടോ? പുരുഷൻ അറിയാൻ പറ്റാത്ത പല കാര്യങ്ങളും സ്ത്രീകൾക്ക് അറിയേണ്ടതുണ്ടോ? അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ല എന്ന് കരുതൽ. ഇതൊക്കെ നമ്മുടെ രംഗത്തുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പഠിക്കണം, കയ്യിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അത് പകർന്നു കൊടുക്കാനുള്ള അവസരം ഉണ്ടാകും. അതോടുകൂടെ ഒരു സ്ത്രീ മഹദിയായ ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹ, ഉഹദ് യുദ്ധം നടക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ കാണാം, ശത്രുക്കൾ നബീനെ വളയുന്ന സമയത്ത് പലപ്പോഴും ഞാൻ അരികിൽ ചെല്ലുമ്പോൾ അപ്പം ചെന്നാലും കാണാം ഒരു പെണ്ണിനെ നബീന്റെ അരികെ ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹ വാളുമായിട്ട് റസൂലുള്ളാഹിന്റെ പ്രതിരോധത്തിന് ചുറ്റുഭാഗത്ത് നിൽക്കും. അങ്ങനെ റസൂലുള്ള പങ്കെടുത്ത എല്ലാ യുദ്ധത്തിൽ അവസാനം ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത് യമാമ യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നതായ ആ യുദ്ധത്തിൽ വെട്ടേറ്റുകൊണ്ട് രക്തശാസിനിയായിട്ടാണ് ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹ. ഇവിടെ നിന്ന് നബി അങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ് ചെയ്യണ്ടെന്നാ കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ അറിഞ്ഞ് മനസ്സിലാക്കി ഒരു പെണ്ണിന്റെ ഉത്തരവാദിത്വം പലതും ഉണ്ട് നമ്മളാണ്. അതേസമയത്ത് ഒരു മതേതര രാജ്യമാണ്, ആധുനിക യുഗത്തിലാണ്. അപ്പം നമ്മൾ എല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഒരു വീട്ടിൽ 2, 3, 4, 5 മക്കളുണ്ടെങ്കിൽ അവിടുത്തെ ആദ്യത്തെ വിദ്യാലയവും അവിടുത്തെ അധ്യാപികയും ആ മാതാവാണ്. അതിന് 2 വിദ്യയുണ്ടെങ്കിലേ അവർ ശരിക്കും വളർത്താൻ കഴിയുള്ളൂ. അപ്പൊ എല്ലാ രംഗത്തും ഇസ്ലാം അനുവദിക്കുന്ന, ഇസ്ലാം എന്ന് പറഞ്ഞ് വക്കർണബി വിയൂത്തിക്കുന്ന എന്ന് പറഞ്ഞിട്ട് വലാ തബറുദിന തബറുദിൽ ജാഹിലിയ്യത്തില്ല. അനിസ്ലാമിക കാലഘട്ടത്തിൽ അനാവശ്യമായി അറിയുന്നത് പോലെ നിങ്ങൾ അലയരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്ത കാര്യത്തിന് വിദ്യ പഠിക്കുവാൻ, നല്ല പ്രാർത്ഥനയിലും ദിക്റുകളിലും സദസ്സുകളൊക്കെ ഇസ്ലാമിന്റെ വിധിപ്രകാരം പങ്കെടുക്കുവാനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രചോദനം നൽകി. അതിനാണ് ഈ പല സംഭവങ്ങളും. അപ്പൊ ഇസ്ലാമിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് രണ്ടും മനസ്സിലാക്കി. ഇനി ഭൗതികവും അതുപോലെ തന്നെ എന്ത് വേണം? ഒരു പെണ്ണിന്റെ പ്രസവം എടുക്കാൻ ഒരു പെണ്ണല്ലേ ഉത്തമം? അതിനിപ്പോൾ MBBS പാസ്സായ പെണ്ണ് വേണ്ട. അവളെ രക്തത്തിന്റെ പരിശോധിക്കാൻ ലാബിൽ നിൽക്കണ്ടേ? അവളെ രക്തം എടുക്കാൻ ഏറ്റവും ഉത്തമ പെണ്ണ് തന്നെയല്ലേ? അതിനവിടെ ഒരു നേഴ്സ് പെണ്ണാവണ്ടേ? അത് ദീനിനെതിരില്ല. അവിടെ ഉള്ളത് മുസ്ലിമത്തായ പെണ്ണിനെ എങ്ങനെ ജീവിക്കേണ്ടത് അതുപോലെ ജീവിക്കാണ്ട് വിദ്യ ഒരു കരസ്ഥമാക്കി ഒന്നിനെതിരാവാത്ത രീതിയിൽ എല്ലാം പഠിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ എല്ലാ രംഗത്തും സ്ത്രീകൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ദീനിന്റെ വിരുദ്ധരല്ല അല്ലാത്ത രീതിയിൽ രണ്ടും മനസ്സിലാക്കി എല്ലാ രംഗത്തും പ്രവർത്തിക്കാൻ, ഒരു ഒളിച്ചോട്ടം നടത്താതെ പ്രവർത്തിക്കാം. അപ്പോൾ വീടിന്റെ അടുക്കളയിലും പുറത്തും വിദ്യാലയങ്ങളിലും ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ നിന്ന് ഇഷ്ടപോലെ തുടങ്ങും. അവിടെയൊക്കെ നമുക്ക് വിദ്യയുള്ളതായ 2 വിദ്യയുള്ളതായ സ്ത്രീകൾ ആവശ്യമുണ്ട്. ഇങ്ങനൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തുടങ്ങുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലക്ഷ്യം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ അല്ലാഹു തആല ഖൈറിലും ബർക്കത്തിലുമാക്കി തരട്ടെ. അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെയും പരിപൂർണ്ണ തൃപ്തിയിലും വിരുദ്ധത്തിലും മാറ്റി തരട്ടെ.
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ എല്ലാ കാര്യങ്ങളും പരിപൂർണ്ണ ജീവിതത്തിലാക്കി തരട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനാദരവുള്ള ഈ മഹത്തായ സംരംഭത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഹ്രസ്വമായ വാക്കുകളിലൂടെ, എന്നാൽ സർവോപരി നമ്മെല്ലാം തന്നെ മാനസികമായി സംതൃപ്തമാവുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ പൊരുത്തപ്പെട്ട മാർഗത്തിലുള്ള ഒരു ദുആ അടക്കം നിർവഹിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ സൂറത്ത് ഓതി പുതിയ പഠിതാക്കൾക്കും ഈ സാസിൽ ഒത്തുചേർന്നിട്ടുള്ള മുഅ്മിനീങ്ങൾക്കും വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ അത് ചൊല്ലാനുള്ള അവസരം സൃഷ്ടിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ള കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ശിരാകേന്ദ്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന പാണക്കാട് കോടപ്പനക്കലത്തിലെ ഏറ്റവും ചെറിയ തലമുറക്കാരനായിട്ടുള്ള പാണക്കാട് സയ്യിദ് അഹമ്മദ് നാജി അലി ശിഹാബ് തങ്ങൾ അവരുടെ ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കി ഈ സ്ഥാപനത്തിന്റെ എല്ലാമായിട്ടുള്ള ബഹുമാന്യനായ ഉസ്താദ് TC അബ്ദുള്ള മുസ്ലിയാർ അവറുകളെ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പണ്ഡിത മഹത്തുക്കളെ, ഈ സ്ഥാപനത്തിന്റെ ഭാരവാഹികളെ, ഈ സദസ്സിൽ ഒത്തുചേർന്നിട്ടുള്ള പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, അധ്യാപക സുഹൃത്തുക്കളെ, അൽ ജാമിയ അൽ ഹനീഫിയ അൽ റബ്ബാനിയ ഫാത്തിമത്തുൽ ബത്തൂൽ സമസ്ത വിമൻസ് ഇസ്ലാമിക് ആർട്സ് കോളേജിന്റെ ഉദ്ഘാടന സന്ദർഭത്തിലാണ് ഈ സന്ദർഭത്തിൽ നാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള. അല്ലാഹു ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ സ്ഥാപനത്തിൽ നേരത്തെ വരാനുള്ള ഒരവസരം എനിക്കുണ്ടായിട്ടുണ്ട്. സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് 2016 സമുദായത്തിന് സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അൽബിർ ഇസ്ലാമിക് പ്രീ സ്കൂൾ സമസ്ത ജമിയത്തുൽ ഉലമയുടെ 90ാം വാർഷിക മഹാസമ്മേളനം ആലപ്പുഴയുടെ കടൽ തീരത്ത് 25 ലക്ഷത്തോളം വരുന്ന ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിക്കൊണ്ടായിരുന്നു 2016 ഫെബ്രുവരി മാസം 14-ാം തീയതിയുടെ സായം സന്ധ്യയിൽ ബഹുമാന്യനായ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അജയ്യനായ പ്രസിഡന്റ് ഉസ്താദ് PKP അബ്ദുസ്സലാം മുസ്ലിയാർ പ്രഖ്യാപനം നടത്തിയത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് 2016 ഈ അധ്യയന വർഷം ജൂൺ മാസത്തിൽ മുസ്ലിം സമൂഹത്തിന് പ്രീ പ്രൈമറി രംഗത്ത് പുതിയൊരു സംരംഭം തുടക്കം കുറിക്കുകയാണ്. അതിന്റെ പേരാണ് അൽബിർ ഇസ്ലാമിക് പ്രീ സ്കൂൾ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ സമ്മേളനത്തിൽ ഒത്തുചേർന്നിട്ടുള്ള ലക്ഷോപലക്ഷം ജനങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്നും തക്ബീറിന്റെ അലയൊലികൾ മുഴങ്ങിയ നിമിഷമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അൽബിർ ഇസ്ലാമിക് പ്രീ സ്കൂളിന്റെ തുടക്ക വർഷം മുതൽ ഈ സ്ഥാപനത്തിൽ അൽബിർ തുടങ്ങാനുള്ള ഒരു ഭാഗ്യമുണ്ടായത് ഞാൻ ഓർത്തുപോവുകയാണ്. അന്ന് അൽബിർ ഇവിടെ സംവിധാനിപ്പിച്ചപ്പെട്ട് തുടങ്ങിയപ്പോൾ അതിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട് വന്നിരുന്നില്ല. ആ സന്ദർഭത്തിൽ അൽബിർ സ്റ്റേറ്റ് സമിതി ഉദ്ദേശിച്ച അതിനെ നിർദ്ദേശിച്ച തലത്തിൽ ഈ സ്ഥാപന അധികൃതർക്ക് അതിന് സൗകര്യം ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ഞങ്ങളുടെ പരിശോധനയിൽ അതിന് മതിയായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഇപ്പോൾ ആയിട്ടില്ല എന്ന ഒരു നിർദ്ദേശം അവരുമായി പങ്കുവെച്ചത് ഇതിന്റെ പ്രവർത്തകർ പങ്കുവെച്ചിട്ടുള്ള പ്രവർത്തകരുടെ ഒരു പ്രതികരണം
അതാണ് എന്നെ വല്ലാതെ അന്ന് സ്വാധീനിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 3 വർഷം പിന്നിട്ടു. ഈ കോമ്പൗണ്ടിൽ, ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ വന്നപ്പോ അന്ന് ആ പ്രവൃത്തി കാണിച്ചിട്ടുള്ള ആ ഒരു ദൃഢനിഷ്ഠത, അല്ലെങ്കിൽ ആ ഒരു താല്പര്യം, ആ ഒരു പ്രതിബദ്ധത ഇന്നിവിടെ വന്നപ്പോൾ അത് കാണപ്പെടുകയാണ്, ബോധ്യപ്പെടുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാണ്. എന്ത് തന്നെയായാലും ഈ സ്ഥാപനത്തെ ഞങ്ങൾ എന്ത് പരിമിതികൾ ഉണ്ടായാലും, എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും, എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും എല്ലാം തന്നെ തവക്കൽന അലല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. ഇൻഷാ അല്ലാഹ് വളരെ വൈകാതെ ആ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ തട്ടിമാറ്റി അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെല്ലാം തന്നെ പരിഹരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്